തനിക്ക് കിട്ടിയ ശാപം തീർക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് 100 പുരുഷന്മാരെ വശീകരിച്ച് കൊല്ലാൻ വേണ്ടി എത്തിയ യക്ഷിണീന്റെ കഥ പറയുന്ന 2024 റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ യക്ഷിണി എന്ന് പറയുന്ന സീരീസ് ആയിരുന്നു നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അതിന്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ നമ്മുടെ ഈ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് അതിന്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് വീഡിയോ കണ്ട് സെക്കൻഡ് വീഡിയോയ്ക്ക് ആയിട്ട് ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിരുന്നു. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ. അപ്പൊ ഇനി ലാഗ് അടിപ്പിക്കുന്നില്ല, ലെറ്റ്സ് ഗോ ടു ദ സ്റ്റോറി. നായികനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന മഹാരാജനെ കാണിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ പാർട്ട് നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കാട്ടിൽ നിന്ന് അയാൾ പറിച്ചുകൊണ്ട് വന്ന താമരപ്പൂ എന്തോ ശക്തിയുള്ളതാണെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. അങ്ങനെ അതിന്റെ ശക്തി യൂസ് ചെയ്ത് അയാൾ ഇപ്പൊ നായികനെ അന്വേഷിച്ച് പോവുകയാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് വെച്ച് അവളെ കണ്ടുപിടിക്കുന്നു. അങ്ങനെ അവളെ പിടികൂടുന്ന സമയത്താണ് മനസ്സിലാവുന്നത് അത് മായല്ല എന്ന്. 64 യക്ഷിണികൾ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. അതിൽ ഇവള് ഒരു യക്ഷിണിയാണ്. ഇവളുടെ പേര് ജ്വാല. ഇവളും ആ ലോകത്തിന്റെ അധിപനായ കുബേരന്റെ ശാപം കിട്ടി ഇവിടേക്ക് എത്തിയതാണ്, നമ്മുടെ നായികനെ പോലെ. ഈ സമയം മഹാരാജ ജ്വാലനെ വരട്ടുവാണ്. നീ നിന്റെ ശക്തികൾ ഉപയോഗിച്ച് മായനെ എനിക്ക് കാട്ടി തന്നില്ലെങ്കിൽ നിനക്ക് ഒരിക്കലും ഇവിടുന്ന് ശാപമോക്ഷം കിട്ടില്ല, അത് ഞാൻ അനുവദിക്കില്ല. നായിക അവളുടെ ദൗത്യമെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരും ഈ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യുന്നതായിട്ട് സ്റ്റോറിയുടെ പല ഭാഗത്തും കാണിക്കുന്നുണ്ടായിരുന്നല്ലോ. അത് മറ്റാരുമല്ല, ഈ ജ്വാല എന്ന് പറയുന്ന യക്ഷിണിയായിരുന്നു. അടുത്ത സീനിൽ മഹാരാജ എന്ന് പറയുന്ന വ്യക്തി പഴയ കുറെ കാര്യങ്ങൾ അങ്ങനെ ആലോചിക്കുവാണ്. അയാളുടെ ഗുരു മായ എന്ന് പറയുന്ന 64ാമത്തെ യക്ഷിണിയായ അവളെപ്പറ്റി പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെയാണ് അയാൾ ഇപ്പൊ ആലോചിക്കുന്നത്. യക്ഷിണികളില് ഏറ്റവും പവർ കൂടിയ ആളാണ് നമ്മുടെ നായിക, അതായത് മായ. അതുപോലെ തന്നെ അവള് ഭയങ്കര സുന്ദരിയാണ്. അവളെ എങ്ങനെയെങ്കിലും നമ്മളെ വരുതിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ, അവളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞാൽ അതുവഴി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാം. അങ്ങനെ അന്ന് ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത അയാളുടെ ഗുരു ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു പൂജ നടത്തുവാണ്. എന്നാൽ ആ പൂജയ്ക്കിടയിൽ ആ പൂജ മുടക്കി ആ ഗുരുവിനെ മായ കൊന്നു കളഞ്ഞു. ഈ കാര്യങ്ങളെല്ലാം അപ്പൊ ചെറുപ്പമായിരുന്ന മഹാരാജ കറക്റ്റ് ആയിട്ട് കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ അന്ന് മുതൽ അയാളുടെ മനസ്സിൽ കയറി കൂടിയ ഒരു ആഗ്രഹമാണ്, എങ്ങനെയെങ്കിലും തന്നെ ഗുരു ചെയ്യാൻ ആഗ്രഹിച്ച കാര്യം തനിക്ക് ചെയ്യണമെന്ന്, അവളെ കൺട്രോളിലാക്കി ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കണമെന്ന്. ഇപ്പോഴെന്താ അയാൾ അതിനുവേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ സീനോടൊക്കെ അടുത്ത സീനിൽ നമ്മുടെ നായകൻ മായനെയും കൂട്ടിക്കൊണ്ട് അവന്റെ വീട്ടുകാരുടെ അടുത്തേക്ക് വരുന്നു. നിങ്ങൾ കുറെ നാളായിട്ട് എന്റെ കല്യാണം നടത്താൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുവല്ലേ, ഇപ്പൊ എനിക്ക് ഈ പെണ്ണിനെ ഇഷ്ടമാണ്, ഞങ്ങളുടെ കല്യാണം നടത്തി തരാൻ നായകൻ ഇപ്പൊ അവരോട് പറയുന്നു. നായകൻ സെലക്ട് ചെയ്തൊരു പെണ്ണായോണ്ട് തന്നെ അവൾക്ക് ക്വാളിറ്റി ഉണ്ടോന്ന് വീട്ടുകാർക്ക് അറിയണമായിരുന്നു. അതുകൊണ്ട് തന്നെ പല പല ക്വസ്റ്റ്യൻസും അവളോട് അവർ ചോദിക്കുവാണ്. നായിക അതിന് അവളുടേതായ രീതിയിൽ മറുപടിയൊക്കെ കൊടുക്കുന്നു. എന്നാൽ വീട്ടുകാർക്കാണെങ്കിൽ അതൊന്നും അത്ര ഇഷ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കല്യാണം വേണോന്ന് നായകനെ മാറ്റി നിർത്തി അവർ ചോദിക്കുവാണ്. ഇത്ര നാളെ നിങ്ങൾ നിർബന്ധിക്കുമ്പോൾ ഞാൻ കല്യാണം വേണ്ട വേണ്ടെന്ന് പറഞ്ഞു നിന്നത് മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ ഞാൻ കാണാത്തുണ്ടായിരുന്നു. ഇപ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു പെണ്ണിനെ കണ്ടെത്തിയത്. എനിക്ക് എന്തായാലും അവളെ ഭയങ്കര ഇഷ്ടമാണ്. ഇനി എനിക്കൊരു കല്യാണം ഉണ്ടെങ്കിൽ അവളുമായിട്ടും ഉണ്ടാവുള്ളൂ. ഇങ്ങനെ നായകൻ തറപ്പിച്ച് പറയുമ്പോൾ വേറെ നിവൃത്തിയില്ലാതെ അവരതിന് സമ്മതിക്കുവാണ്. ഈ സമയം കറക്റ്റായിട്ട് അവിടേക്ക് മറ്റേ യക്ഷിണിയായ ജ്വാല വരുന്നു. മായന്റെ ചേച്ചിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ അവിടേക്ക് വരുന്നത്. അങ്ങനെ ഇപ്പൊ കല്യാണത്തിന്റെ കാര്യങ്ങളെല്ലാം അവള് സംസാരിച്ച് ഓക്കെ ആക്കുന്നു. അടുത്ത സീനിലാണ് രാത്രി നമ്മുടെ നായികയും ജ്വാലയും കൂടി മീറ്റ് ചെയ്യുവാണ്. ഈ സമയം ജ്വാലയോട് നായിക ഒരുപാട് നന്ദി പറയുന്നു. ഇന്ന് നീയും കൂടി എന്റെ ചേച്ചിയാണെന്ന് പറഞ്ഞ് അവിടെ ഒന്ന് സംസാരിച്ചുകൊണ്ടാണ് അവരാ കല്യാണത്തിന് ഓക്കെ പറഞ്ഞത്. എന്തായാലും നീ എന്നെ ഹെൽപ്പ് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇതേക്കുന്ന ജ്വാല പറയുകയാണ്, നിന്നെ പോലെ തന്നെ ഒരു ശാപം കിട്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. സൗന്ദര്യം കൂടുവാനുള്ള ലാവണ്യ രസം കുബേരൻ അറിയാതെ ഞാൻ കുടിച്ചു. എന്നാൽ പിന്നീട് കുബേരൻ അത് അറിഞ്ഞു. അങ്ങനെ എനിക്ക് ശാപം തന്ന് ഈ ഭൂമിയിലേക്ക് വിട്ടതാണ് അദ്ദേഹം. ഇതെല്ലാം കേട്ട നായിക അവളുടെ ശാപത്തിനെ പറ്റി ആലോചിക്കുന്നു. ഇനി ഒരേ ഒരാളെയും കൂടി അവൾ അങ്ങനെ തീർത്തു കളഞ്ഞ അവൾക്ക് ശാപമോക്ഷം കിട്ടി അവൾക്ക് തിരിച്ചു പോകാൻ കഴിയും. അങ്ങനെ ഇരിക്കുന്ന സമയത്തും മഹാരാജ എന്ന് പറയുന്ന വ്യക്തി നായികന്റെ ആ ദൗത്യങ്ങളെല്ലാം പൊളിക്കാൻ വേണ്ടി പഠിച്ച പണി 18 ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. ഈ ഒരു കാര്യം കൊണ്ട് തന്നെ നായികയ്ക്ക് അവളുടെ പവേഴ്സ് എല്ലാം കുറഞ്ഞു വരുന്നതായിട്ടൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ ആ സീനോടൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞു പോകുന്നു. ഇപ്പൊ നായകന്റെ കല്യാണത്തിന്റെ ചടങ്ങുകളെല്ലാം വീട്ടിൽ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അന്ന് നായിക 100ാമത്തെ ആളായിട്ട് സെലക്ട് ചെയ്ത് കന്യകനെല്ലാം അറിഞ്ഞപ്പോ പേടിപ്പിച്ചു വിട്ട ആ വ്യക്തിയില്ലേ, അതായത് ആ ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി, അയാൾ അന്നത്തെ ആ ഷോക്ക് കൊണ്ട് കോമ സ്റ്റേജിലായി പോകുന്നുണ്ടായിരുന്നു. അയാളിപ്പോ കോമയിൽ നിന്ന് റിക്കവർ ആവുകയാണ്. അങ്ങനെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയതും അയാൾ ആദ്യം തന്നെ ചെയ്യുന്നത് നായകനെ പറ്റി അന്വേഷിക്കുവാണ്. നായിക ഒരു ചെക്കനുമായിട്ട് കല്യാണം കഴിക്കാൻ പോവാണെന്ന് അറിയുമ്പോൾ നായകന്റെ വീട് അന്വേഷിച്ച് കണ്ടെത്തി അവിടേക്ക് എത്തി അവനോട് ഈ കാര്യങ്ങളെല്ലാം അവൻ ഷെയർ ചെയ്യുന്നു. എന്നാൽ അയാൾ പറയുന്ന ഈ കാര്യങ്ങളൊന്നും നായകന് വിശ്വാസം വരുന്നില്ല. ഇതേ സമയം തന്നെ കറക്റ്റ് ആയിട്ട് അവിടേക്ക് മായ വരുവാണ്. മായനെ കണ്ടതും അയാൾ വീണ്ടും പേടിക്കുന്നു. അപ്പൊ നിനക്ക് ജീവന് കൊതിയുണ്ടെങ്കിൽ നീ വിശ്വസിക്കുക, അല്ലെങ്കിൽ എന്റെ അതേ അവസ്ഥ നിനക്കും വരുമെന്നും പറഞ്ഞ് അയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. അങ്ങനെയിരിക്കുന്ന അതേ സമയത്താണ് അടുത്ത പണി എന്നുള്ള രീതിയിൽ മഹാരാജ നായിക ഇപ്പോൾ ഈ സ്ഥലമെല്ലാം കണ്ടെത്തി ഇവിടേക്ക് വരുന്നത്. അയാളുടെ പ്രസൻസ് ഫീൽ ചെയ്യുമ്പോൾ തന്നെ നായികയ്ക്ക് കാര്യം മനസ്സിലാവുന്നു. ഇയാളെ തന്നെ തളയ്ക്കാൻ വേണ്ടിയാണ് ഇവിടേക്ക് വന്നിരിക്കുന്നതെന്ന്. ഇയാൾ അതിനുവേണ്ട എന്തൊക്കെയോ പൂജകൾ ചെയ്തുകൊണ്ടാണ് തന്റെ ശക്തി കുറയുന്നതായിട്ട് തനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന്. ഇപ്പൊ ഇയാളുടെ കയ്യിൽ അകപ്പെട്ടു പോയാ നായിക ഇത്രയും കഷ്ടപ്പെട്ടതെല്ലാം വെറുതെയാവും. നായകനുമായിട്ടുള്ള കല്യാണം മുടങ്ങും. പിന്നെ ശാപമോക്ഷം കിട്ടാൻ വേണ്ടി അവൾക്ക് വീണ്ടും കാത്തിരിക്കേണ്ടി വരും. ഈ ഒരു കാരണം അറിയാവുന്നതുകൊണ്ട് തന്നെ നമ്മുടെ നായിക എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നായകന്റെ അടുത്തേക്ക് വന്ന് പറയുവാണ്, മഹാരാജ എന്ന് പറയുന്നൊരു വ്യക്തി നമ്മുടെ കല്യാണം മുടക്കാൻ വേണ്ടി വരുന്നുണ്ട്. നിനക്കെന്നെ ശരിക്കും ഇഷ്ടമാണെങ്കിൽ, ഒരുമിച്ച് ജീവിക്കണം ആഗ്രഹമുണ്ടെങ്കിൽ ഒരു അറേഞ്ച് മാരേജ് എന്നുള്ള രീതിയിലല്ല, നമുക്ക് ഒളിച്ചോടി കല്യാണം കഴിക്കാം. ഇവിടുന്ന് എത്രയും വേഗം നമുക്ക് രക്ഷപ്പെടാം. അങ്ങനെ അവളെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് നായകൻ വിളിക്കുമ്പോൾ നായകൻ ചോദിക്കുന്നുണ്ട്, ആരാണ് ഈ മഹാരാജ? എന്തിനു വേണ്ടിയാണ് അയാൾ നമ്മുടെ കല്യാണം മുടക്കാൻ ശ്രമിക്കുന്നത്? അതൊന്നും ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കാൻ സമയമില്ല, നമുക്ക് എത്രയും വേഗം പോകണമെന്നും പറഞ്ഞ് നായകനെ കൺവിൻസ് ചെയ്ത് അവനെയും കൂട്ടിക്കൊണ്ട് നായിക അവിടെ നിന്ന് ഇറങ്ങുവാണ്. അങ്ങനെ മഹാരാജന്റെ കണ്ണിപ്പെടാതെ അവര് ദൂരെ ഒരു അമ്പലത്തിൽ പോയി കല്യാണം കഴിക്കുന്നു. എന്നാൽ അവര് പോയ സ്ഥലം കണ്ടെത്തി പുറകെ മഹാരാജയും വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ അവിടെ എത്തി നായികയായിട്ട് അയാൾ കോർക്കുവാണ്. യക്ഷിണിയായ നായികയ്ക്ക് അവളുടെ ലോകത്ത്
ചെയ്യാൻ പാടില്ലാത്ത എന്തൊരു തെറ്റ് ചെയ്തുകൊണ്ടാണ് ശാപം കിട്ടി ഇവിടേക്ക് വന്നതെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. ആ ശാപത്തിന് കാരണം തന്നെ ഈ മഹാരാജയായിരുന്നു. അവരുടെ ലോകത്തിന്റെ അധിപനായ കുബേരൻ എന്തൊരു വലിയ ദൗത്യം കൊടുത്തിരുന്ന ശക്തി കൂടി യക്ഷിണിയായിരുന്നല്ലോ നമ്മുടെ നായിക. ആ നായികയെ വരുതിലാക്കാൻ നാഗലോകത്ത് നിന്ന് ഈ മഹാരാജ അവിടേക്ക് ചെന്നു. അവളെ പ്രണയിച്ച് അവളെ വശത്താക്കി. ദൗത്യം മറന്ന ആ ഒരു തെറ്റ് നമ്മുടെ നായിക ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ശാപം വാങ്ങി നായികയ്ക്ക് ഇങ്ങോട്ട് വരേണ്ടി വന്നത്. ഇപ്പൊ അതൊന്ന് തീർക്കാൻ വേണ്ടി നായിക കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയം അവൾക്ക് ഇത്രയും വലിയ പണി വാങ്ങിക്കൊടുത്ത ആ മഹാരാജ തന്നെ ഇതാ വീണ്ടും പുറകെ വന്നിരിക്കുന്നു. അങ്ങനെ ഇപ്പൊ അയാളെ വേണ്ട രീതിയിൽ നേരിട്ട് നായിക അവിടുന്ന് നായകനെ കൊണ്ട് രക്ഷപ്പെടുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് നായകന്റെ ഫസ്റ്റ് നൈറ്റ് ആണ്. ഇന്ന് റൊമാൻസ് ചെയ്യുന്ന സമയത്ത് നായിക ആഗ്രഹിച്ച പോലെ കന്യകനായ നായകനെ ഇങ്ങനെ അങ്ങ് തീർത്ത് കളയണം. അങ്ങനെയാണെങ്കിൽ അവൾക്ക് ശാപമോക്ഷം കിട്ടി അവളെ ലോകത്തേക്ക് തിരിച്ചു പോകാൻ കഴിയും. അങ്ങനെ ഒന്ന് ഫസ്റ്റ് നൈറ്റിന് അവര് റൊമാൻസ് ചെയ്യാൻ തുടങ്ങുന്ന സമയം ആരും വന്ന് വാതിലെ തട്ടുവാണ്. അപ്പൊ നായകൻ പോയി വാതിൽ ഓർക്കുന്നു. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇവരുടെ വീട്ടിലുള്ള പ്രായമായ ഒരു വ്യക്തി ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയെന്ന്. വീട്ടിൽ ഇങ്ങനെ ഒരു കാര്യം നടന്നുകൊണ്ട് തന്നെ ആ ഒരു കാര്യം കൊണ്ട് അവരുടെ ഫസ്റ്റ് നൈറ്റ് മുടങ്ങുവാണ്. പിന്നെ അതിന്റെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും ബിസി ആവുന്നു. അതിനിടയിലും ക്ഷമ നശിച്ച് നമ്മുടെ നായികയാണെങ്കിൽ അവളുടെ ദൗത്യം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നായകനെ വന്ന് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. എന്നാൽ മരണം നടന്നുകൊണ്ട് തന്നെ കുറച്ചു നാളത്തേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല എന്ന് നായകൻ പറയുന്നു. അതല്ല പിന്നീട് അങ്ങോട്ട് വീട്ടിലെപ്പോഴും ഇതിന്റെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആൾക്കാരൊക്കെ കൂടുതലായിരുന്നു. എന്തായാലും അങ്ങനെ ഒരു മരണം നടന്നുകൊണ്ടാണ് നായകന്റെ ദൗത്യം വീണ്ടും നീണ്ടുപോയത്. അങ്ങനെ നായിക അതിനെപ്പറ്റി ശരിക്കും ഒന്ന് അന്വേഷിക്കുവാണ്. ശരിക്കും നായകന്റെയും നായികന്റെയും ഫസ്റ്റ് നൈറ്റ് കുളവാക്കാൻ വേണ്ടി നായകന്റെ ആ ദൗത്യം നടക്കാതിരിക്കാൻ വേണ്ടി ആരോ ഒരാള് ഇതിനിടയ്ക്ക് കളിച്ചിട്ടുണ്ട്. അങ്ങനെ അയാളുടെ ആക്രമണത്തിലാണ് ആ വ്യക്തി ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയത്. ശരിക്കും അതിനിടയ്ക്ക് കളിച്ചതാരാണെന്ന് അറിയാമോ? ജ്വാല എന്ന് പറയുന്ന ആ യക്ഷിണിയായിരുന്നു. എന്തായാലും നമ്മുടെ നായിക ഇത് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ നേരെ ജ്വാലേന്റെ അടുത്തേക്ക് എന്ന് അതിനെപ്പറ്റി ചോദിച്ച് അവളുമായിട്ട് ഫൈറ്റ് ആവുന്നു. ഈ ഒരു സമയത്ത് ഇത് കണ്ടുകൊണ്ട് നമ്മുടെ നായകൻ അവിടേക്ക് വരുവാണ്. അങ്ങനെ ഇവര് രണ്ടുപേരും യക്ഷിണികളാണെന്ന് ഈ സമയം നായകൻ മനസ്സിലാക്കുന്നു. അങ്ങനെ ഈ ഒരു കാര്യം അറിയുന്ന നായകൻ ആകെ ഷോക്ക് ആവുകയാണ്. അതേപോലെ ഇവര് തമ്മിൽ ഈ വഴക്കുണ്ടാക്കുന്ന സമയത്ത് ആ ശാപമോക്ഷത്തിനെ പറ്റിയെല്ലാം അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട സമയത്ത് നായകനും ആ കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നു. ശാപം കിട്ടി ഇവിടേക്ക് എത്തിയ ജ്വാലയ്ക്ക് എന്തായാലും ഇനി ആ ലോകത്തേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. നായികയും പോകണ്ടെന്ന് വിചാരിച്ചാണ് മഹാരാജന്റെ കൂടി ഈ കാര്യം അവളും ചെയ്യാൻ തീരുമാനിച്ചത്. എന്നാൽ ഇപ്പൊ നായികനെ പറ്റി കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി നമ്മുടെ നായകനാണെങ്കിൽ ആകെഭയന്ന് പോവുകയാണ്. അങ്ങനെ ഇപ്പൊ അവനവന്റെ കൊളീഗ്സിന്റെ അടുത്ത് വന്ന് ഈ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നു. വീട്ടിലെ ആ വ്യക്തി മരിച്ചുകൊണ്ട് അതിന്റെ ചടങ്ങുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവര് തമ്മിൽ ഒരുമിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ടാണ് നായകൻ ഇത്രയും ദിവസമെങ്കിലും ജീവിച്ചിരുന്നത്. ഇപ്പൊ എന്തായാലും ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ നായകൻ ആ ചടങ്ങുകളെല്ലാം കഴിയുമ്പോൾ അവൾ വീണ്ടും എന്നെ അപ്രോച്ച് ചെയ്യല്ലോ, അപ്പൊ എന്ത് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നായകൻ നല്ലൊരു ഐഡിയ കണ്ടുപിടിക്കുവാണ്. അങ്ങനെ ചടങ്ങുകൾ കഴിയുന്ന ആ ദിവസം നായകൻ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നേരെ പോയി ശബരിമലയ്ക്ക് പോകാൻ മാലയിട്ട് വരുന്നു. അങ്ങനെയാണെങ്കിൽ ഇനിയും കുറച്ച് ദിവസം നായികയായിട്ടൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ പറ്റുമല്ലോ. അതുപോലെ അന്ന് നായികയാരാണെന്ന് മനസ്സിലാക്കിയ നായകന്റെ കൂടെ വർക്ക് ചെയ്ത ആ വ്യക്തിയില്ലേ, അന്ന് നായകനോട് വന്നിട്ട് അവൾ യക്ഷിണിയാണെന്നൊക്കെ പറഞ്ഞിട്ട് പോയ വ്യക്തി, അയാളെ പോയി കണ്ട് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നായകൻ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നു. അപ്പൊ അയാളുടെ ജീവിതത്തിലുണ്ടായ ആ കാര്യങ്ങളെല്ലാം നായകന് ഷെയർ ചെയ്യുവാണ്. അവളുടെ അടുത്ത ടാർജറ്റ് ഞാനാണ്. അതെനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. നിങ്ങൾ അന്ന് വന്ന് പറഞ്ഞപ്പോഴും ഞാൻ അത് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്ന് ഇപ്പൊ എനിക്ക് ബോധ്യമായി അതൊക്കെ. ഇതെല്ലാം കേട്ട ഓഫീസിൽ വർക്ക് ചെയ്യുന്ന വ്യക്തി പറയാണ്, എന്റെ പൊന്നനിയ, നീ എങ്ങനെയെങ്കിലും അവളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്ക്. അതിലെന്തെങ്കിലും നല്ലൊരു വഴി ആലോചിക്കണമെന്നൊക്കെ നായകൻ ഈ സമയത്ത് പറയുകയും ചെയ്യുന്നു. പിന്നീട് അങ്ങോട്ട് നമ്മുടെ നായകനാണെങ്കിൽ അവളുമായിട്ട് മാക്സിമം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുവാണ്. ഒരു ഘട്ടത്തിൽ നമ്മുടെ നായിക മനസ്സിലാക്കുന്നു ഈ കാര്യങ്ങളെല്ലാം നായകൻ അറിഞ്ഞുവെന്ന്. അങ്ങനെ ആകെ ദേഷ്യം വന്ന നമ്മുടെ നായിക അവളുടെ യഥാർത്ഥ രൂപത്തിലേക്ക് മാറുവാണ്. അതായത് ആ യക്ഷിണിനെ പോലെ ആവുകയാണ്. എന്നിട്ട് ആ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇതെല്ലാം കാണുന്ന സമയത്ത് നായകനും എന്റെ വീട്ടുകാരെല്ലാം ഒരുപാട് ഷോക്ക് ആവുകയാണ്. അങ്ങേക്കുന്ന അതേ സമയം തന്നെ മഹാരാജ എന്ന് പറയുന്ന വ്യക്തി അവിടേക്ക് എത്തുന്നു. എന്നിട്ട് അയാൾ അവിടെ വെച്ച് എന്തൊക്കെയോ പൂജകൾ ചെയ്ത് നായകനെ കൺട്രോളിൽ കൊണ്ടുവരുവാണ്. അങ്ങനെ നായകനെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുന്നു. ഇത് കാണുന്ന സമയത്ത് നായകന് മനസ്സിൽ ചെറിയൊരു വിഷമം തോന്നുന്നുണ്ട്. എന്നാൽ ഈ സമയം വീട്ടുകാർ അവനെ സമാധാനിപ്പിക്കുന്നു. മോനെ, അവൾ പൊക്കോട്രാ. അവൾ ഈ വീട്ടിലേക്ക് വന്ന് കയറിയതിനു ശേഷം ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം നിനക്ക് അറിയുന്നതല്ലേ. അത് മാത്രമല്ല ഇപ്പൊ അവൾ ആരാണെന്ന് നമുക്ക് മനസ്സിലായതല്ലേ. ഇനി അവളെ നമുക്ക് എന്തായാലും ഇവിടെ നിർത്താൻ കഴിയില്ല. എന്നാൽ വീട്ടുകാർ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോഴും നായകൻ നായികന്റെ മുഖം ആലോചിക്കുവാണ്. അങ്ങനെ മഹാരാജ അവളെ പിടിച്ചോണ്ട് പോകുമ്പോൾ അതിന് പുറകെ നായകനും പോവാണ്. മഹാരാജ അവളെ പിടിച്ചോണ്ട് ഒരു സ്ഥലത്തേക്ക് എത്തിച്ച് അവൾ വെച്ച് എന്തൊക്കെ പൂജകൾ ചെയ്ത് അവളെ കൺട്രോളിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയം അവിടേക്ക് കറക്റ്റ് ആയിട്ട് നായകൻ എത്തുവാണ്. ഈ സമയം നായികന്റെ കയ്യിൽ എപ്പോഴും ഒരു ബൊമ്മ ഉണ്ടാവാറുണ്ട്. ആ ബൊമ്മേന്റെ അകത്ത് നിന്ന് ഒരു രൂപം പുറത്തേക്ക് വരുന്നു. എന്നിട്ട് നായകനോട് വന്ന് പറയുവാണ്, മായ നിന്നെ അവളുടെ ദൗത്യം പൂർത്തിയാക്കാൻ വേണ്ടിയാണ് പ്രണയിച്ചെങ്കിലും അവൾക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അവളുടെ മനസ്സ് എനിക്ക് കാണാൻ കഴിയും. പിന്നെ നടന്നതെല്ലാം നിമിത്തമാണ്. നീ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനും ഇവിടേക്ക് പോരാനും എല്ലാം. ഇപ്പൊ മായനെ വെച്ച് മഹാരാജ ഈ പൂജ കംപ്ലീറ്റ് ചെയ്ത അവളുടെ ശക്തിയെല്ലാം ക്ഷയിക്കും. അവരെ ലോകത്തിന്റെ അധിപതിയായി ഈ മഹാരാജ മാറും. അങ്ങനെ സംഭവിക്കുന്നത് എല്ലാവർക്കും നാശമായിരിക്കും. ഇത് കേട്ട നായകൻ അയാൾ ചെയ്യുന്ന പൂജയെല്ലാം തകർക്കുവാണ്. ഇതേ സമയം തന്നെ ആ ബൊമ്മയ്ക്കകത്ത് നിന്ന് വന്ന രൂപം ജ്വാല എന്ന് പറയുന്ന ആ യക്ഷിണിന്റെ അടുത്ത് ചെന്നിട്ടും അവളുടെ തെറ്റുകളെല്ലാം ചൂണ്ടിക്കാണിച്ച് അവളെയും തിരുത്തുവാണ്. അങ്ങനെ അവളും മഹാരാജയ്ക്കെതിരെ തിരിയുന്നു. അയാളുടെ കർമ്മങ്ങളിലെല്ലാം അവളും തടയിടുവാണ്. അങ്ങനെ അതോടുകൂടി മഹാരാജ തീരുന്നു. ഈ സമയം നായകൻ ഒരുപാട് സന്തോഷിക്കുവാണ്. ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്യാൻ കൂടെ നിന്ന നായകന്റെ അടുത്ത് വന്ന് അവൾ ഒരുപാട് നന്ദി പറയുന്നു. എന്നാൽ ഇപ്പൊ അവളുടെ മുഖത്തൊരു സങ്കടം കാണുന്നുണ്ട്. അവളുടെ ദൗത്യം കംപ്ലീറ്റ് ആക്കാൻ അവൾക്ക് കഴിഞ്ഞില്ലല്ലോ. ആ ലോകത്തേക്ക് അവൾക്ക് പോകാൻ കഴിഞ്ഞില്ലല്ലോ. അങ്ങനെ ഇപ്പൊ അവളുടെ വിഷമം മനസ്സിലാക്കി നമ്മുടെ നായകൻ അവളോട് അങ്ങോട്ട് പറയുവാണ്, നീ ഒട്ടും വിഷമിക്കേണ്ട. നിന്റെ ദൗത്യം എന്തായാലും നീ പൂർത്തിയാക്കണം. അതിന് എന്റെ ജീവൻ ബലി കഴിപ്പിക്കാൻ ഞാൻ തയ്യാറാണ്. സോ നീ എന്നെ സ്വന്തമാക്കി ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കി തിരിച്ചാ ലോകത്തേക്ക് പോവാൻ നോക്ക്. നിന്നെ അവിടെ ആവശ്യമുണ്ട്. ഇത് കേട്ട നായിക, എനിക്കിനി അതിന് കഴിയില്ല എന്ന് പറയുന്നു. കഴിയണം, നീ എന്തായാലും അത് ചെയ്തേ പറ്റൂ. നീ എന്നെ എത്രത്തോളം പ്രണയിക്കുന്നുണ്ടോ അതിനേക്കാൾ കൂടുതൽ ഞാൻ നിന്നെ പ്രണയിക്കുന്നുണ്ട്. ഒരു ഭാര്യന്റെ ആഗ്രഹം നിറവേറ്റി തരിക എന്നുള്ളത് ഒരു ഭർത്താവ്
ഭർത്താവിന്റെ കടമയാണ്. സോ ഞാൻ അതിന് ഓക്കെയാ. ഇങ്ങനെയെല്ലാം നായകൻ പറയുന്ന സമയത്ത് കരഞ്ഞുകൊണ്ട് അവൾ അതിന് സമ്മതിക്കുന്നു. അങ്ങനെ നായകനെ സ്വന്തമാക്കി ആ 100 പേരെന്നുള്ള ഒരു ദൗത്യം കംപ്ലീറ്റ് ചെയ്ത് നായിക അവളുടെ ലോകത്തേക്ക് തിരിച്ചു പോവുകയാണ്. അങ്ങനെ ഇത്തരത്തിലുള്ള ഒരു എൻഡിങ് കാണിച്ചുകൊണ്ടാണ് യക്ഷിണി എന്ന് പറയുന്ന ഈ സീരീസ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ടോട്ടൽ 6 എപ്പിസോഡായിരുന്നു ഈ സീരീസിൽ ഉണ്ടായിരുന്നത്. ഇപ്പൊ ഈ സീരീസിന്റെ കഥ മുഴുവനായിട്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കണം. പിന്നെ ഞങ്ങളുടെ ഈ വീഡിയോസ് കാണുന്ന നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ അത് ഞങ്ങൾക്കൊരു മോട്ടിവേഷൻ ആയിരിക്കും. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഞങ്ങളോട് പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കണം. ഇനിയും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഇതുപോലുള്ള പുതിയ വീഡിയോസ് ആയിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. Then see you on next video. Thank you so much.